ചെറിയ റോഡുകൾ, അതുപോലെ തന്നെ വളവുകൾ, രണ്ട് സൈഡിലെ വാഹനങ്ങൾ, ഇങ്ങനെയുള്ള ജംഗ്ഷനുകളിലൊക്കെ ഒരു വാഹനം ഓടിക്കാൻ പ്രയാസമാണ്. ഇന്ന് ക്ലാസ് നടക്കുന്നത് കോട്ടയം ജില്ലയിലെ അയർക്കുന്നം എന്ന് പറഞ്ഞ സ്ഥലത്താണ്. നിങ്ങൾക്കും ഇങ്ങനെ വാഹനം ഓടിക്കുന്നത് കാണുമ്പോൾ അതിയായ ആഗ്രഹമാണെങ്കിലും തനിയെ വാഹനം ഓടിക്കാൻ പേടി, അങ്ങനെയുള്ളവരാണ് ഓടിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾ കേരളത്തിന്റെ ഏത് ജില്ലയിലായിരുന്നാലും നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ വന്ന് ഞാൻ പ്രാക്ടീസ് നൽകുന്നുണ്ട്. നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ എന്റെ വാട്സാപ്പ് നമ്പർ ബന്ധപ്പെടാം. ഇതൊരു വൺ ഡേ ട്രെയിനിങ് ക്ലാസ് ആണ്. ഈ ഒരു ക്ലാസ് നിങ്ങൾ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ വരുന്ന ദിവസം മുതൽ തനിയെ വാഹനം ഓടിക്കുവാനുള്ള ട്രിക്കുകളും ടിപ്സുകളുമാണ് ഞാൻ ഈ ഒരു ക്ലാസ്സിലൂടെ പറഞ്ഞു തരുന്നത്. ഞാൻ ഉറപ്പ് തരുന്നു, ഗ്യാരണ്ടി തരുന്നു, നിങ്ങൾ ഈ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ വരുന്ന ദിവസം മുതൽ നിങ്ങൾ തനിയെ വാഹനം ഓടിച്ചിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് വാഹനം ഓടിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം. പലരും പറഞ്ഞ് നമ്മളെ മടിപ്പിക്കാറുണ്ട്, ഈ ഒരു പ്രായത്തിൽ പറ്റില്ല, ലൈസൻസ് എടുത്തതിന് ശേഷവും നിന്നുള്ള പ്രാക്ടീസിന് പോയതല്ല, അപ്പൊ പ്രായം കൊണ്ടായിരിക്കും നിർത്തിക്കുമെന്ന് പറഞ്ഞ് മടിപ്പിക്കാറുണ്ട്. ഞാൻ പറയുന്നത്, നമുക്ക് ഡ്രൈവിംഗ് ഒരു പ്രായം ഒരു പ്രശ്നമുണ്ട്. നമ്മുടെ ചുറ്റും നോക്കിയാൽ തന്നെ അറിയാം 80-85 വയസ്സുള്ള അപ്പച്ചന്മാരും അമ്മച്ചിമാരും വാഹനം ഓടിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് എന്തുകൊണ്ട് ഓടിച്ചുകൂടാ? അപ്പൊ നിങ്ങൾക്ക് വാഹനം ഓടിക്കണമെന്ന് ആഗ്രഹമുണ്ട്, എന്റെ ജില്ല ഏതാണ് കരുതണ്ട, നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ വന്ന് ഞാൻ പ്രാക്ടീസ് നടത്തുന്നത്. നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം. ഓക്കെ. അതായത് നമ്മൾ ഇതുപോലുള്ള വളവുകളും അതുപോലെ തന്നെ തിരക്കേറിയ സ്ഥലങ്ങളിലും അതുപോലെ തന്നെ കയറ്റങ്ങളിലൊക്കെ കൃത്യമായിട്ട് വാഹനം ഓടിക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് നമുക്ക് ആ വാഹനമായിട്ട് ഒരു ബന്ധം ഉണ്ടായിരിക്കണം. അതായത് നമ്മൾ വാഹനം ഓടിക്കുന്നത് ഇപ്പൊ ഒരു ഓട്ടോമാറ്റിക് വണ്ടിയാണെങ്കിൽ 4 കൂട്ടം കാര്യങ്ങളിലാണ്. അതുപോലെ തന്നെ ഒരു മാനുവൽ വണ്ടിയാണെങ്കിലോ 5 കൂട്ടം കാര്യങ്ങളിലാണ്. അതിനെ കാരണം ഒരു ക്ലച്ചൂടെ കൂടുതലുണ്ട് അതിന്. അപ്പം അങ്ങനെയുള്ള വാഹനം നമുക്ക് ഈ 5 കൂട്ടം കാര്യങ്ങളിൽ നമ്മൾ കൃത്യമായിട്ടൊരു വ്യക്തത ഉണ്ടായിരിക്കണം. എന്റെ കാലും കൈയും കൊണ്ടാണ് നമ്മൾ വണ്ടി ഓടിക്കുന്നത്. അപ്പം എന്റെ കാല് എവിടെ ഇരിക്കുന്നു, കൈ എവിടെ ഇരിക്കുന്നു, അതുപോലെ തന്നെ എന്റെ കൈ കൊണ്ട് എന്തൊക്കെ ചെയ്യാനുണ്ട്, ഒരു വളവുകളിൽ വരുന്നുണ്ട് എന്റെ കാലും കൊണ്ട് എന്തൊക്കെ ചെയ്യാനുണ്ട്, അതുപോലെ തന്നെ എന്റെ കൈ കൊണ്ട് എന്തൊക്കെ ചെയ്യണമെന്നുണ്ട്, ഒരു കൃത്യമായ ധാരണ ഉണ്ടാക്കണം. അപ്പൊ അങ്ങനെയുള്ള ധാരണ ഉണ്ടാക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ നല്ല പ്ലെയിനായ സ്ഥലങ്ങളിൽ വന്ന് നല്ല രീതിയിൽ ഒരു പ്രാക്ടീസ് ഉണ്ടെങ്കിൽ മാത്രമേ ഇതുപോലെ കണ്ടില്ല ഇതേപോലെ ഈ ആന്റി ഓടിക്കുന്ന പോലെ നിങ്ങൾക്ക് ഒരു വാഹനം ഓടിക്കാൻ കഴിയത്തു. വളവാണെന്നും പറഞ്ഞുകൊണ്ട് നമ്മൾ അവിടെ ഒരു സത്യത്തിൽ ഒരു ഓൺ അടിച്ചുകൊണ്ടൊരു കാര്യം വരുന്നില്ല. അപ്പൊ നമ്മൾ സൈഡ് ചേർത്ത് തന്നെ പോയി കഴിഞ്ഞാൽ നമുക്ക് ആ ഫ്രണ്ടിലുള്ള വ്യൂ കിട്ടും. ഓൺ അടിക്കുന്നത് തെറ്റാണെന്നല്ല ഞാൻ പറയുന്നത്. അപ്പൊ നമ്മളൊരു ഓൺ അടിക്കാൻ വേണ്ടി പ്രത്യേകിച്ച് ഒരു തുടക്കക്കാരൻ നമ്മളെ കൈയൊക്കെ എടുത്ത് നമ്മൾ ആലോചിച്ചൊരു ഓൺ അടിച്ച് തിരിച്ച് നമ്മൾ എന്തിനു വേണ്ടിയിട്ട് ഓൺ അടിച്ചു ഇതൊക്കെ ആലോചിച്ചുകൊണ്ട് തിരിച്ചു വരുമ്പോഴത്തേന് സെക്കൻഡുകൾ എടുക്കും. ആ സമയം കൊണ്ട് എന്ത് ചെയ്യാം, നമ്മുടെ വാഹനം ലെഫ്റ്റ് സൈഡിൽ നിന്ന് മാറാം. അപ്പൊ നമ്മൾ സൈഡ് മാറി പോകാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി, ലെഫ്റ്റ് സൈഡ് കീപ്പ് ചെയ്ത് വാഹനം ഓടിക്കുക എന്നുള്ളതാണ്. പിന്നെ അതുപോലെ തന്നെ ബാലൻസ് കിട്ടണം. ഞാൻ ആ പറഞ്ഞതുപോലെ അവിടെ ചെന്ന് പ്രാക്ടീസ് ആയതിനു ശേഷം മാത്രം എന്ത് ചെയ്യാവും, ഇതുപോലെ റോഡിൽ ഇറങ്ങി നിങ്ങൾ ഇങ്ങനെ ചെയ്യാവും. അല്ലാതെ നമുക്ക് ഒരു റോഡിലേക്ക് ഇറങ്ങി ഇതുപോലെ വളവുകളിലൂടെയും അതുപോലെ തന്നെ തിരക്കിനകത്തൂടെയൊക്കെ ഒന്ന് ഓടിച്ച് പ്രാക്ടീസ് ആകാം എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഒരു കാരണവശാലും എന്ത് ചെയ്ത് ഒരു വണ്ടി എടുത്തോണ്ട് നിങ്ങൾ ഇറങ്ങരുത്. ഇപ്പൊ ഇതുപോലെ വണ്ടികൾ കാണുമ്പോൾ പേടി തോന്നുന്നുണ്ട്, വലിയ വണ്ടികളൊക്കെ കാണുമ്പോൾ? ഇല്ല, സാറ് പറഞ്ഞ പിന്നെ പേടിയുന്നു. സാറ് പറഞ്ഞു പിന്നെ അതിന്റെ എടുത്താൽ മതി, പേടിയില്ല. പിന്നെ അതുപോലെ തന്നെ നമ്മളൊരു വണ്ടി ഇങ്ങനെ ചെറിയ റോഡിൽ കൂടെ പോകുന്ന സമയത്ത് ഒരു വണ്ടി ഓപ്പോസിറ്റ് വന്നിരുന്ന സമയത്ത് നമ്മളൊരു കാരണവശാലും എന്ത് ചെയ്യരുത്, നിങ്ങൾ ആ വണ്ടിയിലോട്ട് നോക്കരുത്. നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ സൈഡ് തന്നെ ചേർത്ത് നിർത്തുക. നമ്മുടെ സൈഡ് ചേർത്ത് കറക്റ്റ് ആയിട്ട് ഗ്യാപ്പ് ഇടാൻ നിർത്തുക. ഗ്യാപ്പ് ഇടാൻ നിർത്തി കഴിയുമ്പോൾ ആ വണ്ടി ഇങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ട് ഇങ്ങനെ കയറി വരുവാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം അവർക്ക് സൈഡ് ഉണ്ട്. മനസ്സിലായോ? എനിക്ക് മനസ്സിലായോ? നിങ്ങളെ പേടിക്കൊന്നും വേണ്ട. അങ്ങനെ സൈഡ് ഉണ്ടെങ്കിൽ അവർ തന്നെ എന്ത് കയറി വരും. അഥവാ നമ്മുടെ സൈഡ് ചേർത്ത് നിർത്തുന്ന സമയത്ത് അവർ നോക്കുമ്പോൾ അവർക്ക് വരാനുള്ള ഗ്യാപ്പ് ഇല്ലെങ്കിൽ എന്ത് ചെയ്യും, അവര് മുന്നിലെ അവിടെ സൈഡ് ചേർത്ത് നിർത്തും. മനസ്സിലായോ? അല്ല, നമുക്ക് ചെറിയ റോഡിൽ ഒരു വണ്ടി കണ്ടെന്ന് വേണ്ടി പേടിക്കേണ്ട കാര്യമുണ്ടോ? ആന്റി നല്ല രീതിയിൽ ഞാൻ അതുപോലെ തന്നെ പ്രാക്ടീസ് ചെയ്തതിനു ശേഷമാണ് ഞാൻ എന്താണില്ല ഞാനിപ്പം ഇതിപ്പം വണ്ടി ഓടിപ്പിച്ചുകൊണ്ട് തന്നെയാണ് ഞാനിപ്പോ ഓരോ കാര്യങ്ങൾ ചോദിക്കുകയും എടുക്കുകയൊക്കെ ചെയ്യുന്നത്. ഇപ്പൊ ആന്റിക്ക് എത്ര വയസ്സുണ്ട് ആന്റി? 60. ഇതിപ്പം ശരിയാകുന്നില്ലെന്ന് കണ്ടോണ്ടല്ലേ ഞാൻ സാറിനെ വിളിച്ചത്. ഒട്ടും അറിയത്തില്ലായിരുന്നു. നമുക്ക് ഡ്രൈവിങ്ങിന് ഒരു പ്രായം ഒരു പ്രശ്നമൊന്നുമല്ല. നമുക്ക് പലരും നമ്മളെ മടിപ്പിക്കുന്നതാണ്. ഈ ഒരു പ്രായത്തിൽ പറ്റില്ല അങ്ങനെ ഇങ്ങനെയാന്ന് പറഞ്ഞ് നമ്മളെ മടിപ്പിക്കുന്നതാണ്. അപ്പൊ നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യമായിട്ട് നമ്മൾ ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ കൈയും കാലും കൊണ്ടാ വണ്ടി ഓടിക്കേണ്ട. കൃത്യമായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആർക്കും എന്ത് ചെയ്യാം, ഇതുപോലെ വണ്ടി ഓടിക്കാവുന്നതാണ്. അപ്പൊ ഇതുപോലെ കാണുന്ന വീഡിയോസ് കാണുമ്പോൾ നല്ലൊരു കോൺഫിഡൻസ്, എങ്ങനെ തനിയെ വാഹനം ഓടിക്കാൻ പേടി അങ്ങനെ ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം. നല്ലൊരു ടോപ്പിക്കുമായി അടുത്ത വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.